അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. 30 ദിനരാത്രങ്ങളുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈദുൽ ഫിത്തറിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അള്ളാഹുവിലേക്കുള്ള ഒരു വലിയ അടുപ്പം ആണ് കഴിഞ്ഞ റംളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞത്. ഏതൊരു ആരാധനയുടെയും അന്തസത്ത എന്നുള്ളതാണ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. ആ ആരാധനയെ അതിൻ്റെ പ്രകടനപരമായ രീതിയിൽ നിർവഹിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ നിർവ്വഹണത്തോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് പരമമായി അടുത്തുകൊണ്ട് ഉള്ള ഒരു പെരുമാറ്റം, അതാണ് ഓരോ ആരാധനയും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത്. അള്ളാഹു ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും നാം സൃഷ്ടിച്ചയച്ചില്ലെന്ന് പറയുമ്പോൾ അത്രമേൽ പ്രധാനമാണ് ആരാധന എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ആരാധനകൾ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ പൊരുത്തം പരമാവധി സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ ആരാധനയുടെയും പിന്നിലുള്ള സ്പിരിറ്റ് എന്നുള്ളത്. അത് ഏറ്റവും പ്രകടമാകുന്ന ദിവസങ്ങളാണല്ലോ റമദാൻ്റെ ദിനരാത്രങ്ങൾ. എങ്ങനെയാണ്? ലഅല്ലക്കും തത്തഖൂൻ, കുതിബ അലൈക്കും സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, തഖ്വ പ്രകടിപ്പിക്കുവാൻ, ആ തഖ്വയിൽ ഊന്നി നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തനം, അത് ഏറ്റവും അനിവാര്യമായ ഒന്നായിട്ട് വൃദ്ധാനുഷ്ഠാനത്തെ അള്ളാഹു കാണുകയാണ്. അത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്, ഇതിന് മുമ്പുള്ള തലമുറകൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു പരിശീലനം നമ്മൾ കഴിഞ്ഞ് വന്നിരിക്കുന്നു. മാ ത്വാബ യൗമുൻ ലം തസ്ദദ് ഫീഹി ഇലല്ലാഹി ഖുർബ എന്നും വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് അള്ളാഹുവിലേക്ക് അടുപ്പം വർദ്ധിക്കാത്ത ഒരു ദിവസവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ സമയമാണ് റമദാനിലെ ആരാധനകളുടെ നേരങ്ങൾ. രാവായാലും പകലായാലും. രാവിലെ നമ്മൾ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രികളിൽ ദീർഘമായ നമസ്കാരങ്ങളിൽ ഏർപ്പെടുന്നു, ഖുർആൻ പാരായണമുണ്ട്, തസ്കിയത്തുണ്ട്, തർബിയത്തുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ അതിലേക്ക് ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഉള്ള ആ ഒരു നടപടിക്രമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് പെരുന്നാൾ ദിനത്തിൽ നമുക്ക് പ്രകടിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആരാധനകൾ, 2 ദിവസങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ 2 പെരുന്നാളുകളുണ്ട്. ഒന്ന് ചെറിയ പെരുന്നാൾ, ഒന്ന് വലിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ എന്നുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ ആ നോമ്പിൻ്റെ ആ ദിനരാത്രങ്ങളിലൂടെ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന പരിശുദ്ധമാക്കപ്പെട്ട രാവ് 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായി. അതായത് 85 വർഷം ഒരു സാധാരണ നമ്മുടെ ഒരു ആയുസ്സൊക്കെ കണക്കാക്കുകയാണെങ്കിൽ ശരാശരി ആയുസ്സുമായിട്ടൊക്കെ ഒരു ബന്ധപ്പെടുത്തുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഒരു 85 വർഷം നമ്മൾ ആരാധന ചെയ്ത പുണ്യമാണ് ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു രാത്രിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, വർഷങ്ങൾ ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മനുഷ്യൻ, അവൻ ഓരോ റംളാനിലൂടെയും ജീവിക്കുവാൻ അവർക്ക് സൗഭാഗ്യം ലഭിക്കുമ്പോൾ എത്രയോ റംളാനുകൾ അവൻ്റെ ജീവിതത്തിൽ അവന് സമ്പാദിക്കാൻ കഴിയും, എത്രയോ ലൈലത്തുൽ ഖദറുകൾ അവൻ്റെ ജീവിതത്തിൽ അവന് സമ്പാദിക്കുവാൻ കഴിയും. അതിലൂടെ തന്നെ എത്രയോ രാവുകൾ അവനെ ആരാധന ചെയ്തിട്ടുള്ള പുണ്യം ലഭ്യമാകും. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹുവിനെ സന്തോഷത്തോടെ സ്മരിക്കാനുള്ള ഒരു ദിനം കൂടിയായിട്ട് നമുക്ക് പരിശുദ്ധമായ പെരുന്നാളിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പെരുന്നാളിൽ സന്തോഷം പങ്കുവെക്കാൻ എല്ലാവരും സുഭിക്ഷതയോടെ കഴിയണം എന്നുള്ളതാണ്. ആരും ഒന്നും നോമ്പ് വെക്കാൻ പാടില്ല. എല്ലാവരും സുഭിക്ഷതയോടെ തന്നെ കഴിയണം. കുടുംബ സന്ദർശനങ്ങൾ നടത്തണം. അന്യോന്യം സഹായിച്ചും സഹകരിച്ചും അന്യോന്യം സന്തോഷം പങ്കിട്ടും നമുക്ക് ജീവിക്കുവാൻ, ഒരു പൊതു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഹവർത്തിത്വവും അതിനെയും ഊട്ടിയുറപ്പിക്കുവാനുള്ള നല്ല സന്ദർഭമായി പെരുന്നാളിനെ കാണാൻ കഴിയും. ഇതര സമൂഹങ്ങളുമായി, ഇതര സഹോദര സമുദായങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ സൗഹൃദം പങ്കുവെക്കാനുള്ള നല്ല സന്ദർഭം കൂടി ഈ പെരുന്നാളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെരുന്നാൾ സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ആ സന്തോഷം നമുക്ക് പങ്കുവെക്കുവാൻ കഴിയും. പിന്നെ ഇത്തവണ നമുക്കറിയാലോ,
പശ്ചിമേഷ്യയിൽ അസമാധാനത്തിൻ്റെ കാർമേഘങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പോഴും യുദ്ധത്തിൻ്റെ ഭീതി അവിടുത്തെ ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലേക്കും ഇപ്പോൾ അവിടെ അസമാധാനത്തിൻ്റെ ഒരു വേദനയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് പ്രാർത്ഥനകളിലൂടെ നമുക്ക് അവരോടൊപ്പം ചേരാം. അവരോടുള്ള ഐക്യദാർഢ്യം എന്നുള്ളത് അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെയൊക്കെ ആ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഈ പെരുന്നാൾ ദിനത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ദിനമാണല്ലോ പെരുന്നാൾ ദിനം. അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധക്കെടുതിയിരുന്ന ലോകത്തെ രക്ഷപ്പെടുത്തി സമാധാനം പുലരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം കൂടിയായിട്ട് പെരുന്നാളിനെ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും നേരുന്നു. എല്ലാ ആശംസകളും ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അസ്സലാമു അലൈക്കും.